വെൽക്കം ടു സാപ്പിയൻസ് അക്കാഡമി. ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ ആസിഡ് ആൻഡ് ബേസസ് എന്ന ടോപ്പിക്കാണ്. RRB എക്സാമ്പിൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ആസിഡ്സ് ആൻഡ് ബേസസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് MCQ സെക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് RRB എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. വളരെ ചെറിയ ഫീസിലാണ് നമ്മുടെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ ആയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ALP സൈക്കോമെട്രിക്ക് ഉള്ള ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ALPയുടെ GDC എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സൈക്കോമെട്രി, അതുപോലെ ഓപ്പൺ ALPയിൽ വേണ്ടിയിട്ടുള്ള സൈക്കോമെട്രിയുടെ കോഴ്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആംഫോട്ടറിക് ഓക്സൈഡ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആംഫോട്ടറിക് ഓക്സൈഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ആംഫോട്ടറിക് ഓക്സൈഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് അലൂമിനിയം ഓക്സൈഡ് ആണ് എന്തെന്ന് പറയുന്നത് ആംഫോട്ടറിക് ഓക്സൈഡ് ആയിട്ട് വരുന്നത്. ഈ ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പറയുന്നത്. മെറ്റൽ ദാറ്റ് ക്യാൻ റിയാക്ട് ബോത്ത് വിത്ത് ആസിഡ് ആൻഡ് ബേസ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇവിടെ അലൂമിനിയം ഓക്സൈഡ് വരുന്നത്? Al2O3 പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് AlCl3 പ്ലസ് 3H2O ആണ് കിട്ടുന്നത്. അപ്പൊ ആസിഡുമായിട്ടും ബേസുമായിട്ടും ചേർന്നിട്ട് അലൂമിനിയം ഓക്സൈഡ്, അല്ലെങ്കിൽ സിങ്കിന്റെ റിയാക്ഷൻ ആണെങ്കിൽ സിങ്ക് ഓക്സൈഡ്, അങ്ങനെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോൾട്ട് പ്ലസ് വാട്ടർ ആണ് ഉണ്ടാകുന്നത്. സോൾട്ട് പ്ലസ് വാട്ടർ ഉണ്ടാകുന്നു. അതായത് മെറ്റൽ ഓക്സൈഡ്സ് ദാറ്റ് റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആംഫോട്ടറിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ Al2O3 നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ബേസുമായിട്ട് റിയാക്ട് ചെയ്യാം. ഇത് ആസിഡ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് NaAlO2 കിട്ടും, പ്ലസ് വാട്ടർ കിട്ടും. NaAlO2 പ്ലസ് വാട്ടർ ആണ് കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് ആൽക്കലൈൻ നേച്ചർ ആണ്. ഇത് ആൽക്കലൈൻ നേച്ചർ ആണ് കിട്ടുന്നത്. അതുപോലെ ഇവിടെ എന്ന് പറയുന്നത് ബേസിക് നേച്ചർ ആണ് കിട്ടുന്നത്, ബേസിക് നേച്ചർ. അപ്പോൾ നമുക്ക് അലൂമിനിയം ഓക്സൈഡ് ആംഫോട്ടറിക് ഓക്സൈഡ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. The effect of the acid caused by antibiotic can be neutralized by rubbing moist baking soda or dark solution which contains zinc carbonates എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് മീഥൈൽ ആൽക്കഹോൾ ഉണ്ട്, കലാമിൻ, കാപ്രിൽ ഗ്ലൈക്കോൾ, ബെൻസോദിയം ക്ലോറൈഡ്, ബെൻസോതോനിയം ക്ലോറൈഡ്, ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇവിടെ ഉറുമ്പ് കടിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു പെയിൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോയിസ്റ്റ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സിങ്ക് കാർബണേറ്റ്സ് അടങ്ങിയിട്ടുള്ള സൊല്യൂഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ സിങ്ക് കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് കലാമിൻ ആണ്. അതായത് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് ഏത് ആസിഡാണ്? ഫോമിക് ആസിഡ് ആണ് അതിലുള്ളത്. ഈ ആസിഡിന്റെ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന പെയിൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ബേസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ബേസ് ഏതൊക്കെയാണത്? ഒന്നുകിൽ അത് ബേക്കിംഗ് സോഡയാണ്, സോഡിയം ബൈകാർബണേറ്റ്, ബേക്കിംഗ് സോഡ, മോയിസ്റ്റ് ബേക്കിംഗ് സോഡ, അല്ലെങ്കിൽ കലാമിനകത്ത് എന്താണുള്ളത്? സിങ്ക് കാർബണേറ്റ്. ഇതൊക്കെ ബേസ് ആണ്. അപ്പൊ ഇത് ന്യൂട്രലൈസ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. What will we see if we take a small amount? If
liquefied soda and add 1 milliliter dilute hydrochloric acid into it. അപ്പൊ നമ്മള് എന്തെടുത്തു? സ്മോൾ എമൗണ്ട് ഓഫ് if we take a small amount of liquefied soda എടുത്തിട്ട് അതിനകത്ത് 1 milliliter dilute hydrochloric acid ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പൊ ലിക്വിഫൈഡ് സോഡ എടുത്തു. ആദ്യം എന്താണ് നമ്മൾ ചെയ്തത്? ലിക്വിഫൈഡ് സോഡ എടുത്തിട്ട് അതിനകത്തോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു. അപ്പോൾ എന്തുണ്ടാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഉണ്ടാകുന്നത്? സോഡിയം ക്ലോറൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്ലസ് വാട്ടർ ആണ് ഉണ്ടാകുന്നത്. എന്താണ്? 1 milliliter of hydrochloric acid plus liquefied soda, sodium carbonate. അപ്പൊ എന്തുണ്ടാകും? സോഡിയം ക്ലോറൈഡും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. ഏത് ഗ്യാസ് ആണ് എമിറ്റ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. According to Newland's law of octaves, the properties of beryllium are similar to those of. അപ്പൊ എന്താണ്? ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത് ഏതാണ്? അടുത്തടുത്ത് ഒരു എലമെന്റും അതിന്റെ 8th എലമെന്റും എന്താണ്? സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുമെന്നാണ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സിൽ പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബെർലിയം ആണ്. ബെർലിയം, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം എന്ന് പറയുന്നത് നാലാമതാണല്ലോ. അത് കഴിഞ്ഞ് 8ാമത്തേത് പ്ലസ് 8 8ാമത്തേന്ന് പറയുമ്പോൾ 12ാമത്തെ എലമെന്റ് എന്താണ്? മഗ്നീഷ്യം ആണ്. അപ്പൊ ബെർലിയത്തിന്റെ പ്രോപ്പർട്ടീസ് സിമിലർ ടു ദാറ്റ് ഓഫ് എന്തായിരിക്കും? മഗ്നീഷ്യവുമായിട്ടായിരിക്കും സിമിലർ ആയിട്ടുള്ളത്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ മ്യൂറിയാറ്റിക് ആസിഡ് ഈ സയന്റിഫിക്കലി നോൺ ആസ്. മ്യൂറിയാറ്റിക് ആസിഡിനെ സയന്റിഫിക്കലി പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? പെർക്ലോറിക് ആസിഡ് ആണോ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ? സൾഫ്യൂരിക് ആസിഡ് ആണോ? ഏതിനെയാണ് നമ്മള് മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് പറയുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഏതിനെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിനെയാണ് മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന ഏതാണ്? കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൾഫ്യൂരിക് ആസിഡ് ആണ്. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതുപോലെ പിന്നെ നമുക്കറിയപ്പെടുന്നത് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത്. സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ആ സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ സ്റ്റൊമക്കിലുള്ളത് ഏതാണ്? ആസിഡ് പ്രസന്റ് ഇൻ സ്റ്റൊമക്കിലുള്ളത് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സ്റ്റൊമക്കിലുള്ള ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? വണ്ടർ ഡ്രഗ് അസ്പിരിൻ ആണ്. അസ്പിരിൻ ആണ് വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ് അസ്പിരിന്റെ വേറൊരു പേരാണ്. വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്നത് അസ്പിരിൻ ആണ്. അസ്പിരിന്റെ വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഇനി ഗ്ലാസ്സിൽ അലിയുന്ന ആസിഡ് ഏതാണ്? ഗ്ലാസ് ഡിസോൾവ് ചെയ്യുന്ന ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. ഏതാണ്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. ആസിഡിൽ ഡിസോൾവ് ചെയ്യുന്നത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. ഇപ്പൊ പ്രോട്ടീന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ആസിഡ് യൂസ്ഡ് ടു ഡിറ്റക്ട് presence of protein മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. മാനുഫാക്ചറിംഗ് പ്രോസസ് ഓഫ് നൈട്രിക് ആസിഡ്. മാനുഫാക്ചറിംഗ് പ്രോസസ് ഓഫ് നൈട്രിക് ആസിഡ്. മാനുഫാക്ചറിംഗ് പ്രോസസ് ഓഫ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? മാനുഫാക്ചറിംഗ് പ്രോസസ് ഓഫ് നൈട്രിക് ആസിഡ് ഓസ്റ്റ്വാൾഡ് പ്രോസസ് ആണ്. ഏതാണ്? ഓസ്റ്റ്വാൾഡ് പ്രോസസ്. അപ്പൊ മാനുഫാക്ചറിംഗ് പ്രോസസ് ഓഫ് നൈട്രിക് ആസിഡ് ഏതാണ്? ഓസ്റ്റ്വാൾഡ് പ്രോസസ് ആണ്.
ഇനി ഗോൾഡിന്റെ പ്യൂരിറ്റി ഓഫ് ഗോൾഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അത് നൈട്രിക് ആസിഡ് തന്നെയാണ്. ഏതാണ്? നൈട്രിക് ആസിഡ് ആണ് പ്യൂരിറ്റി ഓഫ് ഗോൾഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. അപ്പം മ്യൂറിയാറ്റിക് ആസിഡ് ഈസ് സയന്റിഫിക്കലി നോൺ ആസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കിങ് ഓഫ് കെമിക്കൽ സൾഫ്യൂരിക് ആസിഡ്. സ്റ്റോറേജ് ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. മാനുഫാക്ചറിംഗ് പ്രോസസ് നൈട്രിക് ആസിഡ് ഓസ്വാൾഡ് പ്രോസസ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? മ്യൂറിയാറ്റിക് ആസിഡ് ആണ്. പ്രസൻസ് ഓഫ് പ്രോട്ടീൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ്. പിന്നീട് എന്താണ്? വണ്ടറിംഗ് ഡ്രഗ് എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ആസ്പിരിൻ ആണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നറിയപ്പെടുന്നു. പ്യൂരിറ്റി ഓഫ് ഗോൾഡ് നൈട്രിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. Which of the following statement is not true about all acid? എല്ലാ ആസിഡുകളെയും വെച്ച് നോക്കുമ്പോൾ നോട്ട് ട്രൂ, തെറ്റായിട്ടുള്ളത് ഏത്? സോർ ടേസ്റ്റ്, റിയാക്ട് വിത്ത് മെറ്റൽ ആൻഡ് ബൈകാർബണേറ്റ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ CO2 ആൻഡ് സോൾട്ട്. സ്ലോ ന്യൂട്രലൈസേഷൻ, ആസിഡ് പ്ലസ് സാൾട്ട്, നമ്മൾ ഹൈഡ്രജൻ പ്ലസ് സാൾട്ട് ഉണ്ടാകുന്നു. ആസിഡും ബേസും കൂടെ ചേർന്ന് ഹൈഡ്രജനും സാൾട്ടും ഉണ്ടാകുന്നു. പ്രൊഡ്യൂസസ് H+ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്? തെറ്റായിട്ടുള്ളത് ഏതാണ്? സ്ലോ ന്യൂട്രലൈസേഷൻ എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഇതിനായിട്ട് തെറ്റായിട്ട് വരുന്നത്. അപ്പൊ എന്താണ്? ഇവിടെ ആസിഡും ബേസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത്? സാൾട്ട് പ്ലസ് വാട്ടർ ആണ്. ഇവിടെ ഹൈഡ്രജൻ എന്നാണ് തന്നിരിക്കുന്നത്. ആസിഡ് പ്ലസ് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു? സോൾട്ട് പ്ലസ് വാട്ടർ ആണ് ഉണ്ടാകുന്നത്. സോൾട്ട് പ്ലസ് വാട്ടർ ആണ് ഉണ്ടാകുന്നത്. പ്രൊഡ്യൂസസ് H+ അയോൺ ഇൻ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്ലോ ന്യൂട്രലൈസേഷൻ തെറ്റാണ്. അപ്പം റിയാക്ട് വിത്ത് മെറ്റൽ ആൻഡ് ബൈകാർബണേറ്റ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് സോൾട്ട്. സോർ ഇൻ ടേസ്റ്റ്. ബേസ് എങ്ങനെയായിരുന്നു? ബേസ് എന്ന് പറയുന്നത് എങ്ങനെയാണോ? ബിറ്റർ ഇൻ ടേസ്റ്റ് ആണ്. എന്താണ്? ബിറ്റർ ഇൻ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ OH- അയോൺസ് ആണ് അക്വസ് സൊല്യൂഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ആസിഡ് ആണെങ്കിൽ H+ അയോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഏതാണ്? ആൽക്കലൈൻ നേച്ചർ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് സോഡിയം അയോൺസ്. Alkaline nature of sodium hydroxide due to presence of sodium ions. Consider the below statement and identify the correct answer എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഒന്നാമത്തത് pH of sulfuric acid is 7.5. Sulfuric acid contains some phosphorus. അപ്പൊ എന്താണ്? Both statement are correct statement. Statement 2 is correct explanation of statement 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് both statement are correct statement 1 is correct explanation of statement 2. Either 1 or 2. അപ്പൊ ഇതിനകത്ത് എന്താണ്? pH of sulfuric acid 7.5 ആണോ? അല്ല. 0 to 7 വരെയുള്ളത് ആസിഡിൽ വരത്തുള്ളൂ. 7 ന്യൂട്രൽ ആണ്. pH 7 ആണെങ്കിൽ ന്യൂട്രൽ ആണ്. 7ൽ കൂടുതലുള്ളത് എന്താണ്? ബേസ് ആണ്. അപ്പം സൾഫ്യൂരിക് ആസിഡിന്റെ pH എന്ന് പറയുന്നത് 7.5 വരുമോ? ഇല്ല. സൾഫ്യൂരിക് ആസിഡിന്റെ pH എന്ന് പറയുന്നത് ഒരിക്കലും 7.5 വരത്തില്ല. അതുപോലെ തന്നെ പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ് കണ്ടെയ്ൻ സം ഫോസ്ഫറസ്. സൾഫ്യൂരിക് ആസിഡിനകത്ത് ഫോസ്ഫറസ് ഉണ്ടോ? ഇല്ല. ഇതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല എന്ന് പറയുന്നത്. കിങ് ഓഫ് ആസിഡ് എന്നാണ് സൾഫ്യൂരിക് ആസിഡിനെ അറിയുന്നത്. എന്താണ്? കിങ് ഓഫ് ആസിഡ്സ്. കിങ് ഓഫ് ആസിഡ്സ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH എത്രയാണ് വരുന്നത്? 1 ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന് വരുന്നത്. സ്റ്റൊമക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അപ്പൊ 1 to 2, 1.6 റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ലെമണിന്റെ pH എത്രയാണ്? ലെമണിന്റെ pH 2.2 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയി കാണുമല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? that is completely ionized in water produces a large number of OH- ions. For example, NaOH, KOH. An alkali that is partially ionized in water produces large number of OH+ ions. അപ്പൊ ആൽക്കലി OH+ ions ആണ് ഉണ്ടാക്കുന്നത്? അല്ല, OH- ions ആണ് ആൽക്കലി
സൊല്യൂഷനിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ സി only A is കറക്റ്റ് എന്നുള്ളത് മാത്രമേ വരത്തുള്ളൂ. അപ്പം ആൽക്കലിക്ക് എക്സാമ്പിൾ ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, sodium hydroxide react with the dash to form a simple salt solution. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് ഏതുമായിട്ട് ചേർന്നിട്ടാണ് സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് ഏതുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് വിത്ത് എന്തുമായിട്ടാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH plus HCl gives എന്താണ്, HCl gives NaCl plus H2 ആണ് ഉണ്ടാകുന്നത്. എന്താണ് NaCl plus H2 ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മുടെ RRB JE ഗ്രൂപ്പ് ഡി RPF ALP NDPC എന്നീ എക്സാമുകൾക്കുള്ള CBT 1 കോഴ്സുകൾ 650 റുപ്പീസിന് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ സാപ്പിയൻസ് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് കോഴ്സുകൾ ഡീറ്റെയിൽസ് എല്ലാം കാണാവുന്നതാണ്. അതുപോലെ GDCE ALP അല്ലെങ്കിൽ ഓപ്പൺ ALPയുടെ സൈക്കോമെട്രി ടെസ്റ്റുകൾക്കുള്ള കോഴ്സും അവൈലബിൾ ആണ്. 1000 റുപ്പീസിനാണ് സൈക്കോമെട്രിയുടെ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും സൈക്കോമെട്രി സെക്ഷനിൽ വരുന്നതാണ്. അപ്പം ഈ ഒരു സെക്ഷൻ ഇവിടെ തീരുകയാണ്. വേറൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.